ലോകത്ത് വന്ന എല്ലാ പുത്തൻ കക്ഷികളും അവരിവിടെ വാദിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട വാദമാണ്. അവരുടെ ഒരു പ്രധാനപ്പെട്ട വാദം എന്താണത്? ഇവിടെ ജീവിക്കുന്ന മുസ്ലിങ്ങളൊന്നും മുസ്ലിങ്ങളല്ല, ഇവിടെ ജീവിക്കുന്ന മുസ്ലിങ്ങളൊന്നും മുസ്ലിങ്ങളല്ല. ഈ വാദം അവർ ശക്തമായി ഉന്നയിച്ച ആളുകളായിരുന്നു. അങ്ങനെയാണ് ഇന്ത്യൻ ജമാഅത്തെ ഇസ്ലാമി രൂപീകരിക്കപ്പെട്ടപ്പോൾ അബുൽ അഅ്ല മൗദൂദി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം പരസ്യമായി ഇത് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ആ പ്രസ്ഥാനം അത് പറയാത്ത വേദികളില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കഴിഞ്ഞ അൽമനാർ മാസിക നോക്കിയാലും സുന്നികൾ മുസ്ലിങ്ങളല്ല എന്ന് പരസ്യമായി അവർ പ്രഖ്യാപിച്ചത് കാണാൻ കഴിയും. ഇനി ഇറങ്ങാനിരിക്കുന്ന നോക്കിയാലും അതിലുണ്ടാകും. അത്രത്തോളമാണ് അവരുടെ സുന്നികളുടെ കാര്യം മഹാപോക്ക് തന്നെ. സുന്നികളുടെ കാര്യം മഹാപോക്കാൻ അത് എത്ര വേദനയാണെന്നറിയോ അവർക്കുള്ളത്? ചെറിയ വേദനയൊന്നല്ല. സുന്നികളുടെ കാര്യം മഹാപോക്ക് തന്നെ. എന്നിട്ട് പറയുക എങ്ങോട്ടാ പോക്ക്? നരകത്തിന്റെ നടുവിലേക്കാണ് അവർ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഷഹാദത്ത് കലിമയുടെ അർത്ഥം ശരിക്കും മനസ്സിലാക്കി ചൊല്ലി ഇസ്ലാമിലേക്ക് കടന്നു വരികയും സുന്നികളെ അസ്ലിമൂ തസ്ലമൂ, നിങ്ങൾക്കൊന്ന് മുസ്ലിങ്ങളാകണം ഷഹാദത്ത് കലിമ ചൊല്ലി, എന്നാൽ നിങ്ങൾക്ക് രക്ഷയുണ്ട് എന്ന് പറയുകയാണ്. അപ്പൊ കണ്ടോ, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സ്വഭാവം അങ്ങനെയാണ്. അവർ തന്നെ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചും അത് പറയുന്നുണ്ട്. അതങ്ങനെയാണ്. സുന്നത്തിയമായതിന്റെ വഴിയിൽ നിന്ന് വ്യതിചരിച്ച എല്ലാ പ്രസ്ഥാനത്തിന്റെയും ഒരു സ്വഭാവമാണ്. അവരെ അംഗീകരിക്കാത്ത ആരുണ്ടോ അവർക്ക് ഇസ്ലാമിന് പുറത്താണ് എന്ന് പറയുക. ഈ പുസ്തകത്തിന്റെ 20ാമത്തെ പേരിൽ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ചും ആ വിഷയം പറയുന്നുണ്ട്. ജമാഅത്തെ ഇസ്ലാമിയുടെ ദുർമാർഗത്തിൽ അകപ്പെട്ടുപോയ നിർഭാഗ്യവാന്മാരായ പാവങ്ങളെ ഈ അപകട മാർഗത്തിൽ നിന്നും പിൻവാങ്ങി മുഹമ്മദ് നബി തങ്ങൾ പഠിപ്പിച്ച സന്മാർഗത്തിലേക്ക് വരുകയും അസ്ലിമൂ തസ്ലമൂ, നിങ്ങൾ മുസ്ലിങ്ങളാകുകയും എന്നാൽ രക്ഷപ്പെടുന്നതാണ്. ജമാഅത്തുകാരൻ ഇവരുടെ ഭാഷയിൽ മുജാഹിദ് പ്രസ്ഥാനം നമ്മെ വിളിക്കുന്നത് നമ്മൾ മുസ്ലിം ആകാൻ വേണ്ടിയാണ്. ഷഹാദത്ത് കലിമ ഇതിനെ ചൊല്ലണമെന്നാണ്. അങ്ങനെ എഴുതിയ ഒന്നും രണ്ടുമല്ല, നിരവധി ഉദ്ധരണികൾ. ചോദിക്കപ്പെടുന്ന ചോദ്യകർത്താവിന്റെ കക്ഷി ഏതാണ് എന്നത് മനസ്സിലാക്കേണ്ടി വരും. കാരണം ഒരു യുക്തിവാദിയാണ് ചോദിക്കുന്നതെങ്കിൽ അദ്ദേഹത്തോട് ഖുർആനായ ചോദ്യം കൊടുത്തിട്ട് കാര്യമില്ല. ഒരു മുജാഹിദാണ് ചോദിക്കുന്നതെങ്കിൽ ചിലപ്പോൾ നമ്മൾ പത്മന്മാരുണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ചോദിക്കുന്ന വ്യക്തിക്ക് തൃപ്തികരമായ മറുപടി നൽകണമെങ്കിൽ കക്ഷി ഏതാണെന്ന് എന്ന് മനസ്സിലാക്കണം. ആവശ്യമുണ്ടെങ്കിലേ ചോദിക്കുകയുള്ളൂ, ഇല്ലെങ്കിൽ ചോദിക്കില്ല. ഈ കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തും. ഇങ്ങനെ ഒരു വേദി ഇവിടെ സംഘടിപ്പിക്കേണ്ടി വന്നതിന്റെ ആവശ്യകതയൊക്കെ നിങ്ങൾക്കെല്ലാം അറിയുന്നത് കൊണ്ട് ഞാൻ പറയുന്നില്ല. ഈ രാജ്യത്ത് ധാരാളം സംഘടനകൾ പ്രവർത്തിക്കുന്നുണ്ട്, ധാരാളം പാർട്ടികളുണ്ട്, നിരവധി മതക്കാരുണ്ട്. എന്നാൽ അവരാരും തന്നെ ഈ ഇരിക്കുന്ന ഹൈദറൂസ് മുസ്ലിയാരും മറ്റ് ആലിമീങ്ങളും അതുപോലെ താജുൽ ഉലമ ഉള്ളാൾ തങ്ങളും ശൈഖുന കാന്തപുരം ഉസ്താദും മരണപ്പെട്ടു പോയ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരും കണ്ണിയത്ത് ഉസ്താദും അങ്ങനെ കഴിഞ്ഞുപോയ എടപ്പള്ളി ഉസ്താദ് തുടങ്ങി ഒരുപാട് ആലിമീങ്ങൾ, ഈ അടുത്ത് മരണപ്പെട്ടവരും അതിനു മുമ്പ് മരണപ്പെട്ടവരുമുണ്ട്. അവരൊക്കെ അമുസ്ലിമീങ്ങളാണ്, അവിശ്വാസികളാണ്. ഇവരൊക്കെ ബഹുദൈവാരാധകരാണ്, ഇവരൊക്കെ അമുസ്ലിമീങ്ങളാണ് എന്ന് ഇവിടെ ഒരു പാർട്ടിക്കാരനും പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞ കക്ഷികൾ മുസ്ലിമിന്റെ പേരിൽ ജീവിക്കുന്ന പുത്തൻവാദികൾ മാത്രമാണ്. വേറെ ആരും ഇവിടെ നായനാർക്ക് പാർട്ടി ഉണ്ടായിരുന്നു, കരുണാകരന് പഴയതും പുതിയതുമായ പാർട്ടിയുണ്ട്, അതുപോലെ തന്നെ ഉമ്മൻചാണ്ടിക്ക് പാർട്ടിയുണ്ട്, എ.കെ. ആന്റണിക്ക് പാർട്ടിയുണ്ട്, വാസുദേവൻ നായർക്ക് പാർട്ടിയുണ്ട്, അതുപോലെ പിണറായി വിജയന് പാർട്ടിയുണ്ട്, രാഘവന് പാർട്ടിയുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ ഒരുപാട് പാർട്ടിയുണ്ട്. അതുപോലെ പല പാർട്ടികളുണ്ട്, ഒരൊറ്റ പാർട്ടിക്കാരും. അതുപോലെ ഹിന്ദുക്കൾ പലതുണ്ട്, പല പാർട്ടികളുണ്ട്, പല സംഘടനകളുണ്ട്. മുന്തിയ വർഗത്തിനും ജാതിക്കും താഴ്ന്ന ജാതിക്കും ഒക്കെ സംഘടനകളുണ്ട്. ഇവരാരും നമ്മൾ മുസ്ലിമീങ്ങളല്ല എന്ന് പറഞ്ഞിട്ടില്ല. ഈ കക്ഷികളെ മതത്തിന്റെ തെളിവിലൂടെ എഴുന്നേറ്റ് നിന്ന് മതത്തിന്റെ തെളിവുകൾ വെച്ചുകൊണ്ട് ഇവർ പിഴച്ച പ്രസ്ഥാനക്കാരാണ്, മുസ്ലിംകളെ കാഫറാക്കുകയാണ്, അത് മുസ്ലിംകളെ ഭിന്നിപ്പിക്കാനുള്ള ഒരു കുതന്ത്രമാണ് എന്നും മുസ്ലിംകളുടെ ഹൃദയത്തിൽ പരമ്പരാഗതമായി വിശ്വസിച്ചു വരുന്ന വിശ്വാസങ്ങളെ ചോദ്യം ചെയ്ത് സംശയങ്ങൾ ഉണ്ടാക്കി യുക്തിവാദികളും നിരീശ്വരവാദികളുമാക്കി മുസ്ലിംകളെ മാറ്റിയെടുക്കാനുള്ള ഒരു ഉത്സിത ശ്രമമാണ് ഇത് എന്നും ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് സുന്നത്ത് ജമാഅത്തിന്റെ ഇത്തരം വേദികളൊക്കെ നാം ഒരുക്കുന്നത്.